നമസ്കാരം. എൻ്റെ പേര് സെൽവരാജ് മുപ്പനാറാണ്. ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് അതൊരു ഒറ്റമൂലി മരുന്ന് തന്നെയാണ്. ലാസ്റ്റിൽ ഒരു ഒറ്റമൂലി മരുന്ന് പറഞ്ഞു തരാം. കാരണം എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഓരോ ഒറ്റമൂലി മരുന്നുകൾ പറഞ്ഞാണ് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവണം, അതാണ് പ്രധാനം. ഒന്ന്. രണ്ടാമത്, എൻ്റെ വൈദ്യശാലയിൽ ഒന്ന് ചികിത്സിക്കണമെങ്കിൽ നേരിട്ട് വരാം. അതിനുള്ള അഡ്രസ്സ് എല്ലാം പറഞ്ഞു തരാം. എൻ്റെ വൈദ്യശാലയുടെ ചികിത്സ എന്ന് പറയുന്നത് ഒടിവ്, ചതവുകൾക്ക്, തേയ്മാനം, ഈ എലുമ്പ് സംബന്ധമായി, നരമ്പ് സംബന്ധമായ ഈ ഒരുമാതിരി കിളപ്പ്, പെരുപ്പ്, തരിപ്പ്, ഈ പറഞ്ഞ അങ്ങനെ കയ്യിനൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നത്, ഒരുപാട് ഈ സ്റ്റോക്ക് വന്നിട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നത്, ഇതെല്ലാം നമുക്ക് നമ്മളെ വൈദ്യശാലയിൽ ചികിത്സിച്ച് സുഖപ്പെടുത്താം. ഇതാണ് എൻ്റെ വൈദ്യശാലയുടെ പ്രത്യേകത. ഇത് ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി ഒരു സ്വന്തം ആശുപത്രിയിൽ തന്നെ ആദ്യം പോയി നോക്കേണ്ടത്. നോക്കിയിട്ട് മാറുന്നില്ല, ഓപ്പറേഷൻ വല്ലതും മാറ്റി വെച്ചിരിക്കുകയാണ്, ഓപ്പറേഷൻ വല്ലതും ചെയ്യാൻ പറയുകയാണെങ്കിൽ മാത്രം എന്നെ സമീപിക്കുക. നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ നമ്മൾ സുഖപ്പെടുത്തി തരാം. അപ്പോൾ ചെറിയ ഇതിന് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ വരേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങൾ ആശുപത്രിയിലോ നിങ്ങളുടെ അടുത്തുള്ള വൈദ്യശാലയിലോ ആശുപത്രിയിലേക്ക് പോയി കുറയ്ക്കാൻ നോക്കുക. കുറഞ്ഞ് കിട്ടിയ ഭാഗ്യമല്ലേ, നല്ലത്. കുറയുന്നില്ല, ഒരുപാട് ഞങ്ങൾ പോയി ചികിത്സിക്കുന്നു, ഒട്ടും കുറവില്ല എങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ഉള്ളവർക്ക് മാത്രമാണ് നമ്മളെ വൈദ്യശാലയിൽ ചികിത്സ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വളരെ കുറച്ച് പേരൊക്കെ നമ്മൾ ചികിത്സിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും വന്നാൽ നമുക്ക് ചികിത്സയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ ചികിത്സ ഒരുപാട് കൂട്ടം കൂടിയാലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഒരാൾ വന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയാലേ അടുത്ത ആൾ വരാവൂ. അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് പേർക്ക് എനിക്ക് ചികിത്സിക്കാൻ കഴിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കുള്ള അതുകൊണ്ട് നമ്മൾ അത്ര പ്രശ്നമുള്ള രോഗങ്ങളും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വൈദ്യശാലയെ സമീപിക്കുക. അല്ലാത്തവർക്ക് ഈ ഒറ്റമൂലി മരുന്ന് പറഞ്ഞു തരാം. ചെറിയ രോഗങ്ങൾക്കൊക്കെ ഈ ഒറ്റമൂലി മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് നല്ല ഉപയോഗമുണ്ടാകും. ഇത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു സമ്മാനമാണ്. ഒന്ന്. രണ്ടാമത്, ഇതിന് ഞാനൊരു നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞാനൊക്കെ ഇന്ന് ഇത് കണക്ക് ഈ നാട്ടുമരുന്ന് ചികിത്സയിലൊന്നും ഇപ്പോൾ എല്ലാം നാശവശപ്പെട്ട് പോയി. കാരണം എന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്ന ഇഷ്ടം പോലെ എല്ലാ വീടുകളിലും എല്ലാ കുടുംബങ്ങളിലും ഒരേ ഈ നാട്ടു ചികിത്സ ചെയ്യുന്ന വൈദ്യന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ വൈദ്യ ചികിത്സയൊക്കെ ചെയ്തവർ നല്ല രീതിയിൽ ഡെവലപ്പായിരുന്നു, അന്നത്തെ കാലത്തെ ഡെവലപ്പായി. അതുകൊണ്ട് അവരുടെ മക്കൾ ആരും പഠിച്ച് ഇത് ഇങ്ങോട്ട് ഈ എന്താ പറയുന്നത്, അവരൊക്കെ നല്ല രീതിയിൽ പഠിച്ച് വലിയ ജോലിയിലും വലിയ വിദേശത്തൊക്കെ പോയവരേ ഉള്ളൂ. അവരുടെ മക്കളൊക്കെ അവരുടെ പിൻഗാമിയിലൊന്നും ഇതിൽ ഇല്ല സംഭവം. ഇന്നൊക്കെ ഈ ആളുകൾ പറയണമെന്ന് വെച്ചാൽ 90% ആൾക്കാരും ഈ ബുക്കുകളിൽ പഠിച്ചതും പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് പഠിച്ച അങ്ങനെയുള്ള ആളുകൾ ഇന്ന് അത് വേറെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഒരു 80% ആൾക്കാർ. ഇപ്പോൾ സത്യസന്ധമായിട്ടുള്ള ഒരു 10-20% ഉണ്ടാവും. അത് നമ്മൾ കണ്ടെത്തണം, അതേ ഉള്ളൂ അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ബാക്കിയെല്ലാം ഈ പറഞ്ഞ കണക്കിന് എല്ലാം ഈ ബുക്കുകളിൽ പഠിച്ചും കൊണ്ടുള്ള ഒരു ഇതാണ് ഇന്നത്തെ കൂടുതൽ ഈ വൈദ്യ ചികിത്സയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പഠിച്ചവർ കുറവായിരിക്കും. അവർ വലിയ ഇതൊന്നും കാണില്ല, ആഡംബരമില്ലാതെ ഒരു ചികിത്സിക്കുന്നത്. അങ്ങനെ ഉള്ളതാണ് മിക്കവാറും ഉള്ള വൈദ്യശാല നടത്തി വന്നത്. ഇന്ന് അങ്ങനെയുള്ള വൈദ്യർ ഇന്നത്തെ പണ്ടത്തെ എല്ലാ കുടുംബങ്ങളിലും ഇരുന്ന വൈദ്യരെല്ലാം നഷ്ടപ്പെട്ടു. ഇന്ന് എല്ലാവരും കുടുംബങ്ങൾ പോലും അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ ഓരോ കുടുംബത്തിന് ഒരു പരദേവത പോലും അറിഞ്ഞുകൂടാത്ത രീതിയിലാണ് ഇന്നത്തെ ജീവിതം ഓരോരുത്തർക്കും. അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ
കാലഘട്ടം മാറി 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 വന്ന് നാല് വാക്കിൽ പോയി ജോലികൾ ചെയ്ത് അങ്ങനെ അവിടെ താമസിച്ച് അങ്ങനെ ജോലികൾ ചെയ്ത് അങ്ങനെ അവരുടെ ഒരു രീതി ഒറ്റപ്പെട്ട് ജീവിച്ചു, ഓരോരുത്തരും ഒറ്റപ്പെടലായിട്ട് ജീവിച്ചതുകൊണ്ട് അവർ ഈ കുടുംബമായിട്ടുള്ള ബന്ധങ്ങൾ വിട്ടുപോകും. അങ്ങനെ വരുന്ന സമയത്താണ് ഇവർക്കൊക്കെ ഈ പറഞ്ഞ ഈ പരദേവത പോലും അറിയാതെ ആയിപ്പോകും. അപ്പം അങ്ങനെ വന്നതിന് ശേഷമാണ് ഇപ്പം നമുക്ക് ഈ ചികിത്സകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല കുടുംബമായിട്ട് പാരമ്പര്യമായിട്ട് വന്നവർക്കെല്ലാം ഒരുമാതിരിപ്പെട്ടവർക്ക് സ്വന്തമായിട്ട് മരുന്നുകൾ അറിയാം. എല്ലാവർക്കും എവിടെ ചെന്ന് നോക്കിയാലും സ്വന്തമായിട്ട് ചികിത്സിക്കാൻ അറിയത്തക്കവരായിരുന്നു അന്നത്തെ കുടുംബക്കാരൊക്കെ. ഒരു അമ്മൂമ്മമാർ ആ പാട്ടി എല്ലാവരും ഉണ്ട്. അവരുടെ കാലത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പ്രസവം വരെ അവർ വീട്ടിൽ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അവരുടെ കുടുംബക്കാരുണ്ടാവും ഒരാൾ എവിടെയെങ്കിലും ഒരു കുടുംബത്തിന്, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു 10-50 വീടുണ്ടെങ്കിൽ ആ 50 വീട്ടിന് അവരുടെ ആൾ തന്നെ ഒരു അമ്മൂമ്മ ഉണ്ടാകും മരത്തോത്തിയായിട്ട്. അപ്പോൾ മറ്റുള്ള ചികിത്സയ്ക്കും അത് കണക്കുണ്ടാവും. ഇങ്ങനെയാണ് പണ്ടത്തെ കാലത്ത്. ഇപ്പം അതെല്ലാം പോയില്ലേ. ഇപ്പം ആശുപത്രി വന്നു, അതിനത്രയും ആശുപത്രി കൊണ്ട് ആശ്വാസ ചികിത്സ കെട്ടി നമ്മൾ ജീവിക്കുക. ഈ ആശ്വാസ ചികിത്സ ആശുപത്രിയിലെ ആശ്വാസ ചികിത്സയാണുള്ളത്. ആ ചികിത്സയിൽ നമുക്ക് നമ്മൾ ഇതിൽ ഒരു ദോഷമുള്ളതെന്ന് വെച്ചാൽ അലോപ്പതിയിൽ കുറയും. പക്ഷേ അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ഒരു അസുഖം കുറയണമെങ്കിൽ വേറൊരു അസുഖം ഉണ്ടാകും. കാര്യം അങ്ങനെയുള്ള ഒരു ഗുളിക മരുന്നുകളാണ് നമ്മൾ കഴിക്കുന്നത്, അലോപ്പതി മരുന്ന്. ആ ഒരു മരുന്ന് സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നാണ് ഈ അലോപ്പതിയിലുള്ളത്. മറ്റേ ഈ നാട്ടുമരുന്നിൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്തതാണ്. കാര്യം അന്നന്ന് ഒരു പച്ചില എടുത്ത് അതിൽ ആ പച്ചിലയിൽ അന്ന് തന്നെ അത് മരുന്നാക്കി കഴിക്കുന്ന ഒരു സുപ്രഭാതമായിരുന്നു അന്നത്തെ കാലത്ത്. അതെല്ലാം പോയി. ഇപ്പോഴ് ഈ പറഞ്ഞ കണക്ക് ഒരു 60% ആൾക്കാർക്ക് ഈ വൈദ്യത്തിനെ കുറിച്ച് അറിയാതെ ഒരു സിറ്റുവേഷനായി. പിന്നെ എല്ലാവരും ആശുപത്രിയാണ് ആശ്രയം. കുഴപ്പമില്ല, ആശുപത്രി ഉള്ളത് നല്ല കാര്യമാണ്. എന്നാൽ എല്ലാ അസുഖത്തിലും നമ്മൾ ആശുപത്രിയിൽ പോയി മരുന്ന് കഴിക്കാതെ കുറച്ച് ചെറിയ രോഗങ്ങളെ നമ്മൾ ഒറ്റമൂലി മരുന്നുകളുണ്ട് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒറ്റമൂലി മരുന്നുകൾ തരുന്നത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ഈ നമ്മുടെ വീഡിയോ കാണുന്നവരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരെങ്ങളുടെ കുടുംബത്തിലെങ്കിലും ഓരോ കുടുംബത്തിനും എൻ്റെ മരുന്നിൻ്റെ സന്ദേശം എത്തി അവരുടെ ഈ പറഞ്ഞ കണക്കിന് രോഗങ്ങൾ ഇല്ലാതെ ജീവിക്കണമെന്നാണ്. വലിയ രോഗങ്ങളില്ലാതെ നമ്മൾ വരുന്ന രോഗങ്ങളെ നമ്മളെ സ്വന്തമായിട്ട് തന്നെ ചികിത്സിച്ച് സുഖപ്പെടുത്താനുള്ള ഒരു സംവിധാനത്തിനാണ് ഞാൻ ഈ പറയുന്ന ഓരോ അസുഖങ്ങളിൽ ഓരോ ഒറ്റമൂലി മരുന്നുകൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വളരെ നന്ദി. ഇനിയും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരം. അതൊന്ന് മാക്സിമം ഒന്ന് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കും മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യത്തിന് മാത്രമല്ല, ഇത് മറ്റുള്ളവർക്കും ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇത് നല്ല ഈ ഇങ്ങനെയുള്ള മരുന്നുകളൊന്നും വെളിയിൽ ആരും പെട്ടെന്ന് ഇത് പറഞ്ഞു കേൾക്കാത്ത ഒരു ഇതാണ്, അറിവാണ്. അപ്പോൾ ഈ അറിവുകൾ കൂടുന്നത് നല്ലതല്ലേ? എല്ലാവർക്കും കൂടെ കിട്ടിയ അവരുടെ കുടുംബങ്ങളും എന്തെങ്കിലും ഒരു രോഗക്കാർ കാണും. ഈ പറയുന്ന അസുഖത്തിൻ്റെ ഒരു രോഗക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപയോഗമുണ്ടാകും. നമ്മളാൽ കഴിയുന്ന നമ്മളൊരു സഹായം, അത്രയേ ഉള്ളൂ. നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കുന്നുണ്ട്, അതിൻ്റെ പൈസയും വാങ്ങിക്കുന്നുണ്ട്. അത് അങ്ങനെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റും. കാര്യം നമ്മളെ ജീവിതമേ ഈ ചികിത്സയാണ്. ഇപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ചികിത്സ കൊണ്ട് ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരുമാനം വരുന്നത് ഈ വൈദ്യശാലയിലിരുന്ന് മാത്രമാണ്. അപ്പോൾ അങ്ങനെ അവിടെ വരുന്നത് നമ്മൾ സൗജന്യ ചികിത്സയോ അല്ലെങ്കിൽ ഈ കുറച്ച ചികിത്സയിലൊന്നും ചെയ്യാൻ പറ്റില്ല. പൈസ കുറച്ച ചികിത്സിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഒരു ഒരു പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് അനുസരിച്ച് നമ്മൾക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ ചികിത്സിക്കാൻ കഴിയുള്ളൂ.
അല്ലാതെ സാധാരണ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശീലിച്ചിട്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല. അതാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് സ്വന്തമായിട്ടൊക്കെ ഈ ഇത്തരം മരുന്നുകൾ കുറച്ച് പാടുപെട്ടായാലും നിങ്ങൾ സംഘടിപ്പിച്ച് അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഗുണമുണ്ടാകും. കാര്യം എല്ലാവർക്കും ഈ പറഞ്ഞാലൊക്കെ ഗുണമാണ് പ്രധാനം. ഗുണമുണ്ടാവണം. നമ്മൾ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഗുണമെങ്കിലും നമുക്ക് ഉണ്ടാവണമെന്നുള്ള ഒരു എന്നാൽ കഴിഞ്ഞത്. ഞാൻ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്തു വരുന്നത്. ഈ വീഡിയോ ചെയ്യുന്നത് ഒരു അരമണിക്കൂറിനകത്ത് ഒരു 10-20 മിനിറ്റ്, ഒരു അരമണിക്കൂറുള്ള എടുക്കും. നമ്മൾ 10-20 മിനിറ്റിനകത്തേ ഈ വീഡിയോ കാണുള്ളൂ. പക്ഷേ എന്നാലും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമുക്കിതിന് വേണ്ടി മെനക്കെടേണ്ടി വരും. അത് എന്തിനാണെന്ന് വെച്ചാൽ നന്മയ്ക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർക്കും കൂടെ ഇത് ഗുണമുണ്ടാകുന്നു, മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശങ്ങളെത്തി മറ്റുള്ളവരുടെ അസുഖങ്ങൾ കുറയുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാ രോഗങ്ങൾക്കും നമുക്ക് ഇവിടെ വന്നാൽ ചികിത്സിക്കാൻ പറ്റില്ലല്ലോ. നമുക്കിപ്പോൾ മാക്സിമം കുറച്ച് അസുഖങ്ങൾക്ക് മാത്രമേ ചികിത്സിക്കാം. അത് നേരത്തെ വരണം, അതിൻ്റെ ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമ്മൾ അത് ചെയ്യാൻ പറ്റുള്ളൂ, ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു മരുന്ന് തരുമ്പോൾ അത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. ഇന്ന് നമ്മൾ പറയുന്നത് ഇന്നത്തെ മരുന്നിൻ്റെ കാര്യം പറയുന്നത് ജ്ഞാപകശക്തി എന്ന് പറഞ്ഞാൽ ഓർമ്മ പിശകുണ്ടാവുന്നതിൻ്റെ ഓർമ്മ പിശകിനുള്ള മരുന്നാണ്. നമ്മൾ ഓർമ്മയില്ലായ്മ വരുന്നത്. സാധാരണ ആൾക്കാർക്ക് ഓർമ്മക്കുറവ് സ്വാഭാവികം കുറവാണ്. എന്നാലും ഈ വളരെ ഓർമ്മക്കുറവുണ്ടാവുന്നത് പാടില്ലേ. വളരെ ഓർമ്മക്കുറവുണ്ടാവുന്നത് മിക്കവാറും ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിലെ ബാധിക്കും. ശരിക്കും ഓർമ്മ പിശകിനുള്ള മരുന്നാണ് ഇന്ന് ഉള്ള ഒരു ഒറ്റമൂലി പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാനുള്ള മരുന്നാണ്. പക്ഷെ മരുന്നായിട്ട് നിങ്ങൾ കഴിക്കണമെന്നേ ഉള്ളൂ. അതാണ് നമുക്ക് പ്രധാന കാര്യം. നമ്മൾ പറഞ്ഞു തരുന്ന മരുന്നെന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ ചെയ്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് എടുക്കണം. അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഒരിടത്തു നിന്ന് വാങ്ങിക്കാൻ ഇത് ഇന്നത്തെ കാലത്ത് എല്ലാവരും ചോദിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കമൻറ്റ് വരെ പറയുന്നുണ്ട്, നമ്മൾ മരുന്ന് അയച്ചു കൊടുക്കണം. ഞാൻ ഒരു മരുന്നുകളൊന്നും അയച്ചു കൊടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ വരുന്നവർക്ക് ചികിത്സിച്ച് വിടുന്നത് മാത്രമേ ഞങ്ങളുടെ ഒരു വൈദ്യ ചികിത്സയായി ചെയ്യുന്നത്. കൊണ്ട് ഞങ്ങളെ മരുന്നുകളൊക്കെ നമ്മൾ ആർക്കും മരുന്ന് ചെയ്ത് വീടുകളിൽ അയച്ചു കൊടുക്കുന്ന സംവിധാനം നമുക്കില്ല. കാര്യം അന്നത്തെ കാലത്തിലൊന്നും ഈ നമ്മളൊരു സേവനമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മറ്റുള്ളവർക്ക് ഒരു ഉപയോഗം ഉണ്ടാവണം. ആ രീതിയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു വരുമാന മാർഗത്തിനുള്ള രീതിയിൽ ഈ ചികിത്സ വരുമാനം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ ഇരുന്നും കൊണ്ട് നമുക്കൊരു സാധനം വരുമെന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അത് ദോഷമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു സാധനം കൊണ്ട് തരുകയാണെങ്കിൽ അത് ആ സാധനത്തിന് എന്തെങ്കിലും ഒരു അഡിക്റ്റുള്ള സാധനം ഉണ്ടാവും, എന്തെങ്കിലും ഒരു കെമിക്കൽ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം ഉണ്ടാവും. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് എല്ലാം വാങ്ങരുത്. ഈ പറഞ്ഞതിനൊക്കെ എന്താ പറയുന്നത്, ഇപ്പോൾ എല്ലാം മൊബൈലിൽ ഇതായതുകൊണ്ട് എല്ലാവരും ഓൺലൈനിലിരുന്ന സാധനങ്ങൾ വാങ്ങുക. ബാക്കിയുള്ള സാധനങ്ങൾ നിങ്ങളങ്ങനെ വാങ്ങുക. ഒരു മിഷീനെയോ വേറെ ഉള്ള സാധനങ്ങൾ വാങ്ങാം. പക്ഷെ മരുന്ന് നിങ്ങളങ്ങനെ വാങ്ങുകയേ ചെയ്യരുത്. ഓൺലൈനിൽ മരുന്ന് വരുത്തുന്ന പാർട്ടിയിലുണ്ടെങ്കിൽ അത് നിങ്ങളെ വെച്ച് അവർ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അവർ ഓൺലൈനിൽ പൈസ അയച്ചു തരുന്ന ഒരു മെഡിസിൻ ആരെങ്കിലും നിങ്ങൾക്ക് വീട്ടിലത്തേക്ക് അയച്ചു തരുമെങ്കിൽ ആ മെഡിസിൻ്റെ കൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുമെന്നല്ലാതെ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകില്ല. കാരണം അതാണ്, ഒരു മെഡിസിൻ ആരും ഓൺലൈനിൽ അയച്ചു കൊടുക്കില്ല. ഒറിജിനൽ കാര്യം നമ്മളെ ഒരു മരുന്ന് മെഡിസിനായിട്ടുള്ള അലോപ്പതി പോലെ അല്ല. നമ്മളെ മരുന്ന് എന്ന് പറയുന്ന സംഭവം, ഒരു രോഗത്തിന് മരുന്ന് വേണമെങ്കിൽ നമ്മൾ ഒന്ന് വൈദ്യശാലയിൽ പോകണം, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം, മെഡിക്കൽ സ്റ്റോറിൽ പോകണം വാങ്ങണം. നമ്മളെ വീട്ടിൽ ഇരുന്നു കൊണ്ട്
അയച്ചു തരാം എന്നും പറഞ്ഞത് ആ മുട്ടുവേദനയ്ക്ക് അത് തരാം, ഇത് തരാം, മറ്റത് തരാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഈ ആൾക്കാരെ വീടുകളിൽ അയച്ചു കൊടുക്കുന്നത്. അവർക്ക് വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കത് മറന്ന് ഇപ്പോൾ വീട്ടിൽ വരുന്നില്ലേ നമുക്ക് വാങ്ങിച്ച് തിന്നാം. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് ഗുണമുള്ള ഒരു മരുന്നും നിങ്ങൾ അന്വേഷിച്ചെത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അഥവാ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ എത്തിക്കുമെങ്കിൽ ആ സാധനം നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല. അത് അവരുടെ ബിസിനസ്സായിരിക്കും. ബിസിനസ്സുകാരത് ചെയ്യും. ബിസിനസ്സുകാരത് ചെയ്യണമെന്ന് വെച്ചാൽ അത് അവർക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾക്ക് ഗുണമുണ്ടാവണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് ചെന്ന് എവിടെയാണ് നിങ്ങളെ അസുഖം ഉണ്ടെങ്കിൽ ഏതാണ് ഡോക്ടറെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അങ്ങനെയുള്ള വിദഗ്ധന്മാരെ കണ്ട് അതനുസരിച്ചുള്ള നിർദ്ദേശത്തിൽ നിങ്ങൾ കഴിക്കുന്നതിന് മാത്രമേ നിങ്ങളുടെ രോഗം മാറുള്ളൂ, നിങ്ങളുടെ രോഗത്തിന് ഗുണമുണ്ടാവുള്ളൂ. മറ്റുള്ള സാധനങ്ങൾ അഡിക്റ്റുള്ള സാധനമാണ്. അപ്പോഴേക്കും ഒരു ആശ്വാസം കിട്ടി വീണ്ടും വാങ്ങിച്ചിട്ടുകൊണ്ടിരിക്കും. ഇവരിങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ട് അത് ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസ് സാധനം ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ ആർക്കും അയച്ചു കൊടുക്കാറില്ല. എൻ്റെ മരുന്നുകളെല്ലാം അയച്ചു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഇതൊരു ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്ക് വരുന്നവർക്ക് മാത്രമേ ഞാൻ ഈ മരുന്നുകൾ ചെയ്തു കൊടുക്കുകയുള്ളൂ. നമ്മളിതൊരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കാൻ നമുക്ക് താല്പര്യമില്ല. ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ അതിനത്രയ്ക്കും ദോഷം. നമ്മൾ മറ്റുള്ള ഈ പണത്തിൻ്റെ അഡിക്റ്റായിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു അഡിക്റ്റായെങ്കിലേ നമ്മൾ ബിസിനസ് ആയി കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് ആർക്കും മരുന്നുകൾ അയച്ചു കൊടുക്കാറില്ല. എൻ്റെ അടുക്കെ വന്നാൽ ഞാനത് മറന്ന് അത് ഒരു പ്രാവശ്യം വന്ന് ഓർഡർ ചെയ്താൽ മാത്രമേ അടുത്ത പ്രാവശ്യം ചെയ്തു കൊടുക്കുള്ളൂ. അല്ലാതെ ഞാൻ ചെയ്ത് വെച്ചേക്കില്ല. കാര്യം എന്ത് അസുഖത്തിന് എന്ത് മരുന്നായാലും നമ്മളുടെ അടുത്ത് വന്ന് ഓർഡർ ചെയ്തിട്ട് പോയാൽ ഒരാഴ്ച ആദ്യം ഒരു ദിവസം ഒന്ന് ഓർഡർ ചെയ്തിട്ട് പോവുക, പിറ്റേ ആഴ്ച വരാൻ പറയും. ആ സമയത്ത് വന്ന് നിങ്ങൾ വാങ്ങിക്കാം. ആ മരുന്ന് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു വെച്ചിരിക്കും. അത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ബിസിനസ് രീതിയിൽ നമ്മൾ മരുന്ന് ചെയ്ത് കൊടുക്കാറില്ല. പക്ഷേ അത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്ത് നമ്മൾ മെനക്കെട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണതിന് അതിന് കുറേ പാടുകളുണ്ട്. അതനുസരിച്ചുള്ള പൈസയും ആവും, അതനുസരിച്ച് ഗുണവും ഉണ്ടാവും. കാര്യം നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്തു തരുന്നത്, അതനുസരിച്ചുള്ള ഗുണം നിങ്ങൾക്കുണ്ടാവും. മറ്റേത് നിങ്ങൾ ഓൺലൈനിൽ ഇരുന്ന് കൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് വരുന്നത് ഒരു കാരണവശാലും നമുക്ക് നന്മയുള്ളതല്ല വരുന്നത്. അതവർ ബിസിനസ്സുകാരാണ്, ബിസിനസ്സിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അവർ കൊണ്ടുതരും, നിങ്ങൾ വാങ്ങിക്കാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ആ രോഗം പൂർണ്ണമായിട്ട് മാറാനും പോകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് ആശ്വാസ ചികിത്സയ്ക്കുള്ള സാധനങ്ങളാണ് ഈ പറയുന്നത്. ഓൺലൈനിലേക്ക് മരുന്നുകൾ അയച്ചു കൊടുക്കുന്നത്. ഒരു കാരണവശാലും ഈ ഓൺലൈനിൽ അയക്കുന്ന മരുന്നുകൾ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. നമ്മൾ മെനക്കെട്ടാൽ മാത്രമേ നമുക്ക് നന്മയുണ്ടാവുള്ളൂ. ഓരോരുത്തരും നമ്മൾ അന്വേഷിച്ച് ആരും നന്മ ചെയ്യില്ല. എല്ലാം അവരവരെ സ്വാർത്ഥത, അവരവരെ ഇതിന് വേണ്ടിയാണ് അവർ ഒരു ബിസിനസ് ചെയ്യുന്നത്, അവരുടെ നേട്ടത്തിന് വേണ്ടി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം നമ്മൾ അന്വേഷിച്ച് ഒരു സാധനം വരണമെങ്കിൽ അത് നമ്മളെ നേട്ടത്തിന് നമ്മളെ നന്മ കൊണ്ടുവന്ന് നമ്മൾ നന്നായിരിക്കാൻ വേണ്ടി അവരൊന്നും കൊണ്ടുവന്നിരില്ല. അവർക്ക് ബിസിനസ് അതിൻ്റെ ലാഭം, അതിൻ്റെ ബിസിനസ്സാണ്. ആ ബിസിനസ് സാധനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്മ ഉണ്ടാവില്ല. കാരണം അത് അവരുടെ ബിസിനസ് വളരും. നിങ്ങൾക്ക് മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ അവർത്തനെ കുറ്റം പറയുന്നതല്ല, അത് അവരുടെ ഒരു രീതി. മാക്സിമം മറ്റുള്ള സാധനങ്ങൾ ഓൺലൈനിൽ വരുത്തുമ്പോൾ മരുന്ന് ഐറ്റങ്ങൾ നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ച് ഉപയോഗിക്കരുത്. അത് നിങ്ങൾക്ക് നല്ലതല്ല. ഉള്ള കാര്യം ഞാൻ പറയുകയാണ്. ഞാനൊക്കെ മരുന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയല്ല, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളടുത്ത് വരണമെന്നാണ് എൻ്റെ ഒരു പ്രത്യേകത. അല്ലാതെ നമ്മളിപ്പോൾ ഉടനെ ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ നമ്മളെന്തൊരു ഇവിടെ അത്രയ്ക്ക് ഒരു ബിസിനസ് മൈൻഡിലല്ലേ ജീവിക്കുന്നവരല്ല. അങ്ങനെ പൈസയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നല്ല. അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾ നേരിട്ട് ഒന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നായിട്ട് അങ്ങനെ പറഞ്ഞാൽ ഒന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങണോ, അല്ലെങ്കിൽ ഡോക്ടറെ കാണണോ, അല്ലെങ്കിൽ വൈദ്യനെ കാണണം, എന്തെങ്കിലും ഒരു സംഭവം നേരിട്ട് ചെന്ന് നമ്മളെ ഇത്
പിന്നെ പറഞ്ഞ് വാങ്ങുന്നതിൻ്റെ ഗുണം നിങ്ങൾ ഓൺലൈനിൽ വാങ്ങുന്നതിൽ ഉണ്ടാവില്ല. അവരൊക്കെ ചുമ്മാ പരസ്യങ്ങൾ പറയും, ഇത് അങ്ങനെയാണ്, ഇത് അങ്ങനെയാണ്, ആനയാണ് ചേനയാണ്, അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം, കുറേ വീഡിയോസൊക്കെ ചെയ്ത് വെച്ചിരിക്കും. അത് അവരുടെ ബിസിനസ് നേക്കാണ്. നിങ്ങൾ അതൊക്കെയാണ് നോക്കുന്നത്. അതേ സമയത്ത് കൂട്ടം കൂടിയ തലത്തിൽ പോയി നമ്മൾ ചികിത്സിക്കാൻ പോകരുത്. ഒരുപാട് കൂട്ടം ഉണ്ടെങ്കിൽ അവരെ ചികിത്സ അത്രയ്ക്ക് നമുക്ക് ഗുണം കിട്ടുന്നത് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനാണ് നമ്മൾ പോകുന്നത്? നമുക്ക് നമ്മളെ ആവശ്യത്തിനല്ലേ നമ്മൾ വേണ്ടത്. നമ്മളെ കാര്യങ്ങൾ നമ്മൾ നോക്കിയല്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നന്മ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നന്മ ചെയ്യുന്നവരാരും നിങ്ങൾ അന്വേഷിച്ച് വരില്ല. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർ എന്നത് നമ്മൾ എവിടെ പോയാലും നമുക്ക് നന്മ നമ്മൾ ചെന്ന് കണ്ടെത്തിയാലേ കിട്ടുള്ളൂ. അല്ലാതെ ഒരു ആൾക്കാർ നമുക്ക് നന്മ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരില്ല. നമ്മളെ പണം പോകുന്നത് അല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല ഇന്നത്തെ കാലത്ത്. പണ്ട് ഒക്കെ സത്യസന്ധതയുള്ളവരുണ്ടായിരുന്ന അത് പണ്ട്. ഇപ്പം എല്ലാം ബിസിനസ് മൈൻഡാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത്, പണ്ട് ഞങ്ങളുടെ കാലത്ത് പറയും 10 ദിവസം പട്ടിണി കിടന്നാലും കണ്ടവൻ്റെ വിലയിലിരുന്ന് ഒരെണ്ണം ഓട്ടിച്ച് കഴിക്കുന്നതെന്ന്. ഇഷ്ടംപോലെ കയ്യിലൊക്കത്തൊക്കെ മരിച്ചിനിയാണ്. പക്ഷെ നമ്മൾ അതിലിരുന്ന് ഒരു മൂട് മരിച്ചിനി നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളെ അധ്വാനത്തിൻ്റെ രീതിയിൽ മാത്രമേ നമ്മളെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുള്ളൂ. അന്നത്തെ ഉള്ള ആൾക്കാർ ആരുടെയും വകം മുട്ടിച്ച് നമ്മൾ കഴിക്കാൻ ജീവിക്കില്ല അന്നത്തെ കാലത്ത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വേറെ ഒരു രീതിയാണ്. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് എല്ലാവരും ബിസിനസ് മൈൻഡാണ്. അവരെല്ലാം ഈ പറ്റിച്ച് ജീവിക്കുന്നവർ. അവസാനം അവർ പറയുന്നത് അവർ മിടുക്കന്മാരാണ്, നമ്മൾ മോശക്കാരുമായിട്ടാണ്. പറ്റിച്ച് ജീവിക്കുന്നവരുടെ പ്രത്യേകത ഒരു കഴിവ്, അവർ എപ്പോഴും പറയുന്നത് പറഞ്ഞാൽ ഞങ്ങളെ കഴിവാണെന്നാണ് പറയുന്നത്. അവരൊരു കള്ളനായിട്ട് നമ്മളെ പഠിപ്പിച്ചെന്നുള്ളൊരു രീതിയിലല്ല, നമ്മളെ പറ്റിച്ചെന്നുള്ള ഒരു രീതി അവരുടെ കയ്യിൽ കാണില്ല. അവരുടെ മുടുക്ക് നമ്മളെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പണം പിടിച്ച് വാങ്ങുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് അവർ നേടും. അത് അവരുടെ മിടുക്കായിട്ട് കാണുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ എന്ത് കാര്യമോ 100 വട്ടം ആലോചിച്ചതിന് ശേഷം ചെയ്യുക. നമ്മളൊരു കാര്യം നമുക്ക് നന്മ, നമ്മളെ അമ്മയും അച്ഛനുമാണ് നമ്മളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ. നമ്മൾ അച്ഛനമ്മയാൽ കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം ഒരു സഹോദരൻ പോലും നമ്മളിത്തിരി അവരെക്കാട്ടിൽ കുറച്ച് കൂടുതൽ പണത്തുകാരായ അവർക്ക് അസൂയുണ്ടാവും. അങ്ങനെയുള്ള കാലഘട്ടമാണ് ഇന്നത്തെ കാലം, പണ്ടത്തെ കാലമല്ല. അതുകൊണ്ട് മറ്റുള്ളവർ ചൂഷണം ചെയ്ത് ജീവിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്തുള്ളത്. അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ജീവിതങ്ങൾ മുന്നോട്ട് നീക്കുക. നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ നമ്മളെ പറ്റിച്ച് വഞ്ചിച്ചാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷെ അവർ പറയുന്നത് എന്താണ്? അവരെ മിടുക്കനാണ് പറയുന്നത്, അവിടെ കഴിവെന്ന് പറഞ്ഞു കളയണം. പിന്നെ നമ്മൾ അവിടെ നിന്നും നമുക്ക് യാതൊരു പ്രയോജനമില്ല. നമ്മളെ സ്വത്തിനെത്തിൻ്റെ നമുക്ക് അത്രയും ഒരു പ്രയാസം വരുമ്പോൾ അവർ പറയുന്നത് അവരെ കഴിവെന്നാണ്. നമ്മൾ പാവത്തം കരുതിയായിരിക്കും ഓരോ കാരണം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാളിന് ഒരു പൈസ കൊടുക്കുന്നതോ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നത്. അതിനെ അവർ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ മിടുക്കായിട്ടാണ്. ഇതാണ് ഇന്നത്തെ കാലം. ഇന്ന് കാലം മാറിപ്പോയി, പണ്ടത്തെ പോലെയല്ല. ഇന്ന് സത്യസന്ധത കുറവാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾക്ക് ഗുണമുള്ളത് നമ്മൾ അന്വേഷിച്ച് വരില്ല, നമ്മൾ കണ്ടെത്തിയാലേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ മരുന്ന് ഐറ്റങ്ങൾ, ഈ ഓൺലൈനിൽ വരുന്ന സാധനങ്ങൾ ഒരു കാരണവശാലും വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് ഒരു നിബന്ധന പറയും. ഈ കാര്യം വേറെ ഒന്നല്ല, നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കണമെന്ന് എനിക്ക് ദോഷമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാനും വേണമല്ലോ. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ മരുന്ന് കൊടുക്കുന്നതല്ലാതെ ഞാൻ ആർക്കും ഒരു മരുന്ന് അയച്ചു കൊടുക്കുന്നില്ല, ഒരു സാധനവും അയച്ചു കൊടുക്കില്ല. അത് എൻ്റെ ഒരു പോളിസിയാണ്. കാര്യം നിങ്ങൾക്ക് ആണ് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഇനി നിങ്ങൾക്ക് അയച്ചും കൂടെ ഞങ്ങൾ തരുമെന്ന് വെച്ചാൽ നടക്കില്ല. ഞാൻ ചെയ്യുന്ന ചികിത്സ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പിന്നെ മറ്റുള്ളവർക്ക് പിന്നെ വായിക്കാത്ത കൂടെ വെച്ച് കൊടുക്കണമെന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള പരിപാടിക്ക് നമ്മൾ പോകില്ല. കാര്യം എന്നെപ്പോലെ ഉള്ളവർ അങ്ങനെയുള്ള ഒരു ഇതും കൂടെ ഉണ്ട്.
നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വീട്ടിൽ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ആരെ അന്വേഷിച്ച് വരുമോ അവർക്ക് മാത്രമേ നമ്മൾ മരുന്ന് കൊടുക്കൂ. ദയവ് ചെയ്ത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു മരുന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ എന്ന മരുന്ന് നമ്മൾ അയച്ചു തരുമോ എന്നൊന്നും ചോദിക്കരുത്. ഞാൻ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഉള്ളവരുണ്ട്. പക്ഷെ അത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വേറെ. ശരി, ഇനി അടുത്ത മരുന്നിൻ്റെ കാര്യം പറയാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പിന്നെ ഈ ഓർമ്മ പ്രശ്നമാണ്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ളതാണ് ഈ കുടങ്കൽ. ഒറ്റ ചിമ്പൽ പരിപാടിയാണ്. കുടങ്കൽ ചീര ഇഷ്ടം പോലെ ഉണ്ടാവും വിലയിൽ, നല്ല നല്ല വൃത്തിയുള്ള വിലയിൽ ഇഷ്ടം പോലെ കുടങ്കലുണ്ടാവും. നമ്മൾ കുറേ പരിക്കണം എന്ന് പറഞ്ഞാൽ ഉണക്കി പൊടിച്ച് വന്നാൽ ഒരു 1/2 കിലോ ഉണ്ടാവണം. അത് കണക്കാക്കി നമ്മൾ ശരിക്കും പരിച്ചെടുക്കണം. കുടങ്കൽ കീര വേണം, മതി. അത് കുടങ്കൽ എന്ന് പറയുന്നത് മിക്കവാറുള്ളവർക്കുണ്ടാവും. അതുകൊണ്ട് മിക്കവാറും എല്ലാവർക്കും അറിയാം കുടങ്കൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുടങ്കൽ അറിയാം. കുടങ്കൽ നല്ല വിലയിൽ ചെന്ന് നല്ല അത്ര വൃത്തിയുള്ള വിലയിൽ കുടങ്കൽ പരിക്കുക. കുടങ്കൽ പറിച്ച് കുറേ സംഘടിപ്പിക്കണം. എങ്കിലേ നമുക്ക് 1/2 കിലോ പൊടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 1/2 കിലോ പൊടിയെങ്കിലും വേണം ഒരാളിന്. ഒരു ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന ഒരാളിന് ശരിയാക്കുക 1/2 കിലോ കുടങ്കൽ പൊടിയെങ്കിലും വേണം. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് മെനക്കലുണ്ട്. ഇതാ പറയുന്നത്, നമ്മളെ നന്മയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയാലേ ഒക്കെയുള്ളൂ. വേറെ ആരും കൊണ്ടുവന്ന് തരുമെന്ന് വിചാരിക്കാൻ നടക്കേണ്ട കാര്യം. അവർ ഇപ്പോൾ അയച്ചു തരണമെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ കുടങ്ങളിൽ വേറെ ഒരു വില അടിച്ചു തരും. അവർക്ക് ഇതിൻ്റെ മെനക്കാർ, അവർക്ക് പൈസ ചെയ്യാനല്ല ഇത്. നിങ്ങളെ ഗുണം നന്നാക്കാൻ അവർക്ക് താല്പര്യം. അവർക്ക് അതിൻ്റെ ഇതല്ല ആവശ്യം. അവർക്ക് പൈസ ചെയ്യണം. അവർ ചോദിക്കുന്ന പൈസ വേണം, അത്ര തന്നെ. അവരെന്തെങ്കിലുമൊക്കെ തരും. അങ്ങനെയുള്ള ഒരു കാരണവശാലും അത് നിങ്ങൾ സ്വന്തമായിട്ട് ഇത് മെനക്കണം. സ്വന്തമായിട്ട്. ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ ജോലിക്കാർ കാണാം. അവരുടെ അടുത്ത് പറഞ്ഞു വിട്ടാൽ അവർ ഒരു ദിവസം കൂലി കൊടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ ചെയ്യിപ്പിക്കും. അന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അവർക്ക് ഇത്തിരി പൈസയിൽ കൊടുത്താൽ അവർ അത് സംഘടിപ്പിച്ച് കൊണ്ടുപോയിട്ട് അതൊരു 1/2 കിലോ പൊടിയെങ്കിലും വേണം. അതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഒരു 10 കിലോയെങ്കിലും 10 കിലോ വെയിറ്റുള്ള ഒരു രീതിയിൽ നമ്മൾ പരിച്ചാലേ 1/2 കിലോ പൊടി വരുള്ളൂ. അത് വേറെ ഉണക്കി പൊടിച്ചാൽ അത് നല്ല കൊണ്ടുവന്ന് കഴുകണം. അത് സമൂലം എടുക്കാം. അതിൻ്റെ വേര് എല്ലാം സമൂലം എടുക്കാം. പക്ഷേ നല്ല രീതിയിൽ വെള്ളത്തിലിട്ട് എവിടെയെങ്കിലും തോടോ ആറോ ഉണ്ടെങ്കിൽ അവിടെ ഇട്ട് നല്ല തോട്ടിലിട്ട് ഒഴുക്ക് വെള്ളത്തിലിട്ട് നമ്മൾ ഈ പച്ചില കഴുകണം. വേറൊരു പൊടിയിലെല്ലാം കളഞ്ഞ് പച്ചിലയെ നല്ലവണ്ണം ഈ പച്ചില മാത്രം, ഈ കുടങ്കൽ മാത്രം എടുത്ത് നല്ല എന്നാ പറയുന്നത് ഈ ഒഴുക്ക് വെള്ളത്തിലിട്ട് നല്ല കഴുകി എടുക്കണം. അപ്പോൾ വേറെ സമൂലമായിട്ട് എടുക്കാം മൊത്തം എടുത്ത്. അത് പക്ഷേ കുടങ്കലയല്ലേ മാത്രമേ ഇത് തിരിയാവൂ. അതിൽ വേറെ പുല്ല് മറ്റുള്ള ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിഞ്ഞ് മാറ്റി നല്ല രീതിയിൽ ഇതിനെ ഒന്ന് ഉണക്കണം. നല്ല കഴുകി കൊണ്ടുവന്നിട്ട് തന്നെ ഉണക്കണം. നല്ല ഉണക്കി മഷി പോലെ പൊടിക്കണത് നമ്മൾ പൊടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. നല്ല രീതിയിൽ പൊടിച്ച് പൗഡറാക്കി അതിന് പാലിൽ ദിവസം 2 നേരം ഓരോ സ്പൂണ് ഇട്ട് നല്ല കുറുക്കി ഇതിൻ്റെ ഈ ഇലയിട്ട് പാലിൽ കലർന്ന് കുടിച്ചു വന്നാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യണ്ട. ഒറ്റ മൂലിയാണ്, വേസ്റ്റ് മരുന്നാണ്. പക്ഷേ ഈ മരുന്ന് സംഘടിപ്പിക്കാത്തൊരു പാടുണ്ട്. അത് നിങ്ങൾ കഷ്ടപ്പെട്ടാലേ അത് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്നാൽ കിട്ടില്ല, ആരും കൊണ്ട് തരയൊന്നുമില്ല. അത് വേറൊരു സത്യം. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. അത് നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ബുദ്ധിശൂന്യമുള്ളവർക്ക് വരെ ഇത് ഏറ്റവും ബെസ്റ്റാണ്. നല്ല രീതിയിൽ ഈ ഓർമ്മ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടണം. അതുകൊണ്ട് ഈ ഒരു മരുന്ന് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഇത് നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ ചെയ്യുക, ചെയ്ത് നിങ്ങളുടെ ഈ ഗുണം അടയുക. നിങ്ങളെപ്പോലുള്ളവർ സാധാരണ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോസസ്സിങ് ഞാൻ തരുന്നത്. കാര്യം ഇതേ സമയം ബിസിനസ് ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് വാങ്ങരുത്. കാരണം വെച്ചാൽ അവർ ഈ മരുന്ന് ആയിരിക്കില്ല അവർ ഇതിൽ അടയ്ക്കുന്നത്. ഒന്ന്, രണ്ടാമത് നാച്ചുറൽ ആയിരിക്കില്ല. അവർ ചെയ്തതിൽ പല സാധനങ്ങൾ അതിലുണ്ടാവും. ഇതുകൊണ്ട് വേറെ ദോഷങ്ങളുണ്ടാവും. ഇത് ഒരാൾ ബിസിനസ്സായിട്ട് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങരുത്.
ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന മരുന്നുകൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുക. ഏത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിൻ്റെ നാച്ചുറൽ വേറെ ഉള്ള ഒരാൾ കൊണ്ട് തരയാണെങ്കിൽ അതിൽ ഉണ്ടാവില്ല. ഒരു കാരണവശാലും അതിലുണ്ടാവില്ല. കാര്യം നമ്മളെ കൈക്ക് നമ്മളെ കൈപ്പട നമ്മൾ എടുത്താൽ മാത്രമേ അത് മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് മറ്റുള്ള ഒരാൾ ചിലപ്പോൾ ഒരാൾ പറയും ഞങ്ങൾ ഇത് അയച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇതിൽ കാണും ഞങ്ങൾ ഈ പച്ചല ഐറ്റങ്ങൾ കംപ്ലീറ്റ് ഞങ്ങൾ അയച്ചു കൊടുക്കുകയാണ്. എന്ത് പച്ചല വേണമെങ്കിലും പിന്നെ കിട്ടും എന്ന് പറഞ്ഞ് ഇതിൽ ഓൺലൈനിലേക്ക് ഒരുപാട് പരസ്യങ്ങൾ കൊണ്ടും അവർ ചെയ്യും. പക്ഷേ ഒരു കാരണവശാലും അത് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അതിൽ കിട്ടത്തില്ല. അത് വേറെയാണ്. അത് നിങ്ങൾ വിചാരിക്കും പോലെയല്ല. അതിൽ പല രീതിയിലും ആ മരുന്നിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു പച്ചില എടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങണ്ട. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുവാനാണ് ഈ പറയുന്ന മരുന്നുകളെല്ലാം ഈ പറയുന്ന നേരിട്ട് നിങ്ങൾ സ്വന്തം കൈപ്പട ചെയ്താൽ മാത്രമേ അതിന് ഗുണം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് മറ്റൊരാൾ ഈ സാധനം തരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങരുത്. കാരണം അവർ പൈസയ്ക്ക് വേണ്ടി അവർ എന്തും തരും. നിങ്ങൾക്കറിയില്ല ഇതെന്താണ് സാധനം. പിന്നെ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങളുണ്ടാക്കി അതിനുള്ള വൃത്തിയും അതിൻ്റെ വെടിപ്പും അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരാൾ ജോലിക്ക് വേണ്ടി ചെയ്യുന്നവർ, അതായത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നത് അതിനാരും നിങ്ങൾ നോക്കണ്ട. അതെല്ലാം പറ്റിപ്പ് സാധനങ്ങളായിരിക്കും. അവരുടെ ഇന്നത്തെ കാലത്ത് ജോലിക്ക് ആൾ വിളിച്ചാൽ പണ്ടത്തെ പോലെ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഒരു ജോലിക്കാർ തന്നെ വീട്ടിൽ വന്ന് അവർ പണ്ട് ഒരാൾ ചെയ്യുന്ന ജോലി ഇന്ന് 5 പേര് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതേ കണക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ള പൈസ കൊടുത്തുള്ള സംവിധാനം മറ്റുള്ളവർ അയച്ചു തരാൻ മറ്റൊന്ന് കൊണ്ടുതരാൻ ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. അത് നോക്കണ്ട. നമ്മൾ പൈസ പോവേ ഉള്ളൂ. അവർ ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. നമ്മുടെ അടുത്ത് കൂടുതൽ പൈസ വാങ്ങാൻ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ അവർക്ക് ചിലപ്പോൾ ഈ ഐറ്റത്തിൽ ഒരുപാട് ഐറ്റങ്ങൾ ഈ പുല്ല് കൂടെ ചേരും. ഏതൊക്കെ കിട്ടുന്നതെല്ലാം കൂടെ അവർ പൊടിച്ചുകൊണ്ട് വരും. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ സാധനം ഉണ്ടെന്ന്. അതുകൊണ്ട് ഒരു കാരണവശാലും പൈസ കൊടുത്ത് ഒരു സാധനം നിങ്ങൾ വാങ്ങാനിക്കരുത്. മരുന്ന് ഐറ്റങ്ങൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഐറ്റം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം, അല്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കരുത്. ഓക്കെ, ശരി. എന്നാലും വീഡിയോ നീണ്ടുപോയി. ഇത്രയും ക്ഷമയോടെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. അതുകൊണ്ട് ഒന്നുള്ള ഗുണം നിങ്ങൾക്കുണ്ടാവും. ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരം. നന്ദി, നമസ്കാരം.